പ്രിയമുള്ളവരെ, ഒരാരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം തിരുമേശയാണ്. ആഴ്ചവട്ടത്തിൻ്റെ എല്ലാ ദിനങ്ങളിലും അവരൊരുമിച്ച് കൂടി വന്ന് അവരുടെ സങ്കടങ്ങളും അവരുടെ വേദനകളും അവരുടെ പ്രയാസങ്ങളും എല്ലാം ഷെയർ ചെയ്തത് ഈ തിരുമേശയ്ക്ക് മുൻപിലാണ്. സ്തോത്രം. അവരുടെ ദുഃഖങ്ങളും അവരുടെ ഭാരങ്ങളും എല്ലാം അവർ കൂടി വന്ന വീട്ടിൽ കൂടി എല്ലാ ആഴ്ചയിലും അവർ ഷെയർ ചെയ്തത് ഈ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും മുൻപിലിരുന്നു കൊണ്ടാണ്. സ്തോത്രം. കർത്താവ് അവരോട് പറഞ്ഞു, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. ലോകത്തിലെ ആളുകൾ അവർ പിരിഞ്ഞു പോകുമ്പോൾ ശിഷ്യരോടും പ്രിയപ്പെട്ടവരോടും പലതും നിർമ്മിക്കാൻ പറയും, പല സൗധങ്ങൾ ഉണ്ടാക്കാൻ പറയും. പക്ഷെ കർത്താവ് പറഞ്ഞ അതല്ല. കർത്താവ് എനിക്ക് വേണ്ടി എന്തെങ്കിലും സൗധങ്ങളോ ഏതെങ്കിലും കാര്യങ്ങൾ നിർമ്മിക്കാനായിട്ട് കർത്താവിനോട് പറഞ്ഞില്ല. അവനൊരപ്പമാണ് എടുത്തത്, അല്ലേ? ഒരപ്പം എടുത്തു. ബുദ്ധൻ തൻ്റെ ശിഷ്യൻ ആനന്ദിനെ പിരിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ അവസാനം കൊടുത്തത് ഒരു പൂവായിരുന്നു. അന്ന് രാത്രി കൊണ്ട് ആ പൂവിൻ്റെ മണം കൊഴിഞ്ഞു. പക്ഷെ കർത്താവ് കൊടുത്തത് എന്താണെന്നറിയാമോ? അപ്പം എടുക്കുകയാണ്. ഈ അപ്പം കാണിക്കുന്നത് എനിക്ക് നിങ്ങളുടെ ജീവനായി തീരണം, എനിക്ക് നിങ്ങളുടെ ശരീരമായി തീരണം, എനിക്ക് നിങ്ങളുടെ രക്തമായി തീരണം. പലരും പല കാര്യങ്ങളും സൗധങ്ങളും നിർമ്മിക്കും. കർത്താവ് അപ്പമായി പറയുമ്പോൾ ഇത് കഴിക്കുമ്പോൾ പറയുന്നത്, ഇത് കഴിക്കുമ്പോൾ അതിൽ കൂടെ ഉണ്ടാകുന്നത് ഞാൻ നിങ്ങളുടെ ജീവനായി തീരുക. അതൊരു മിസ്റ്റിക് യൂണിയനാണ്. ഞാൻ നിങ്ങളുടെ രക്തമായി തീരുകയാണ്, ഞാൻ നിങ്ങളുടെ ജീവനായി തീരുക. ഞാൻ വരുവോളം നിങ്ങളുടെ ഓർമ്മകളിൽ ഉണ്ടാകേണ്ടത് ഞാൻ നിങ്ങളുടെ ജീവനിലുണ്ട്, ഞാൻ നിങ്ങളുടെ ശരീരത്തിലുണ്ട്, ഞാൻ നിങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. ഭൂതകാലത്തിൻ്റെയും വർത്തമാനകാലത്തിൻ്റെയും ഭാവി കാലത്തിൻ്റെയും ഓർമ്മയാണിത്. 3 കാലങ്ങളെ ഒരുമിച്ച് സമ്മേളിപ്പിക്കുന്ന ഒരു അനുഗ്രഹീത ശുശ്രൂഷയാണ് ഈ കർത്തൃമേശയുടെ ശുശ്രൂഷ. സ്തോത്രം. ഭൂതകാലത്തിൽ എനിക്ക് വേണ്ടി കർത്താവ് ബലിയായി തീർന്ന ഓർമ്മകളാണ് ഈ തിരുമേശ നമ്മെ പഠിപ്പിക്കുന്നത്. വർത്തമാനകാലത്തിൽ ഞാൻ അനുഭവിക്കപ്പെടുന്ന പങ്കപ്പാടുകളുടെ മുറിവുകളാണ് ഈ തിരുമേശ. ഭാവിയിൽ എനിക്കിനിയും ഉണ്ടാകാൻ പോകുന്ന നന്മകളും ഭാവിയുടെ പ്രതീക്ഷയുടെയും ചിത്രമാണ് ഈ തിരുമേശ. എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവൻ നൽകി തന്ന കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും അവസാനം വരെ താൻ തൻ്റെ ജനത്തെ സ്നേഹിച്ചതുപോലെയുള്ള സ്നേഹത്തിൻ്റെ അവസാന ഖണിക ഒരപ്പമായി ലയിച്ചു ചേരത്തക്ക രീതിയിൽ, രക്തമായി ലയിച്ചു ചേരത്തക്ക രീതിയിൽ, ജീവനായി ലയിച്ചു ചേരത്തക്ക രീതിയിൽ കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവന്റെ അപ്പമായി മാറുകയായിരുന്നു. ആ ഓർമ്മകൾ നമ്മളുടെ മനസ്സിൽ പരിശുദ്ധ ആത്മാവ് നൽകട്ടെ. ഞങ്ങളുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഒഫീഷ്യലായിട്ടുള്ള നിങ്ങളുമായിട്ടുള്ള അവസാനത്തെ തിരുമേശയുടെ ശുശ്രൂഷയാണ് ഇത്. കർത്താവിൻ്റെ വരവ് വരെയും നമ്മളെ നിർത്തുന്നത് നമുക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഓർമ്മയ്ക്കായി കൊണ്ടാടുന്ന ഈ മഹനീയ ശുശ്രൂഷയാണ്. എന്നെയും നിങ്ങളെയും സ്നേഹിക്കുവാൻ വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ട
കർത്താവിൻ്റെ തിരുശരീരം. എൻ്റെയും നിങ്ങളുടെയും ജീവനായി തീരാൻ വേണ്ടി ആഗ്രഹിച്ചവൻ, എൻ്റെയും നിങ്ങളുടെയും ശരീരവും രക്തവുമായി തീരുവാൻ ആഗ്രഹിച്ച കർത്താവ്, അവൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ മനസ്സുകളും ഹൃദയങ്ങളും സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാ, പിരിയാബന്ധമാണീതു യുഗകാലം വരെയും. മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാ, പിരിയാ ബന്ധമാണീതു യുഗകാലം വരെയും. പിരിയാ ബന്ധമാണീതു, പിരിയാ ബന്ധമാണീതു, പിരിയാ ബന്ധമാണീതു കാലം വരെയും. മകൾ സ്നേഹം, മകൾ സ്നേഹം പരലോക പിതാവു തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൾ സ്നേഹം, മകൾ സ്നേഹം പരലോക പിതാവു തൻ മകൻ കുരിശിൽ കൈവെടിഞ്ഞു. ഉലകസ്ഥാപനം ഉളവായൊരൻപാ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. തിരഞ്ഞെടുത്തവൻ നമ്മെ, തിരഞ്ഞെടുത്തവൻ നമ്മെ, തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. മകൾ സ്നേഹം, മകൾ സ്നേഹം പരലോക പിതാവു തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മരിപ്പതിനായി, മകനെ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൾ സ്നേഹം, മകൾ സ്നേഹം പരലോക പിതാവു തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി. നമ്മളുടെ ജീവനായി തീരണ്ടിയ, നമ്മുടെ രക്തമായി തീരണ്ടിയ, നമ്മുടെ ആത്മാവായി തീരുന്ന കർത്താവ് നമ്മോട് പറഞ്ഞു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. ഈ ശുശ്രൂഷയിൽ എന്നെ സഹായിക്കുവാൻ പ്രിയ ജോസ് കുരിച്ചായന്, തേജസ് പാസ്റ്റർ,
ജോർജ് പാപ്പി പാസ്റ്റർ, ജോയ് പാസ്റ്റർ, ആ പ്രിയപ്പെട്ടവർ മുന്നോട്ട് വരുന്നതായിരിക്കും. ഈ അപ്പവീഞ്ഞുകൾ ദൈവകരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുവാനും സ്നേഹിക്കുവാനും കാൽവറിയിൽ 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപേ ഒരു ബലിയാടായി തീർന്ന അങ്ങയുടെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ഓർമ്മയ്ക്കായി കൊണ്ടാടുന്ന ഈ അനുഗ്രഹീത ശുശ്രൂഷയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ തിന്മകളും ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ അവിശ്വസ്തതകളും കണക്കിടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന അങ്ങയുടെ സ്നേഹത്തിൻ്റെ മുൻപിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് ഞങ്ങളോട് പറഞ്ഞ കർത്താവിൻ്റെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയ രക്തത്തിൻ്റെയും തകർക്കപ്പെട്ട ശരീരത്തിൻ്റെയും ഓർമ്മകൾ ഞങ്ങളുടെ മനസ്സിലും ഞങ്ങളുടെ ശരീരത്തിലും ഞങ്ങളുടെ ജീവനിലും എല്ലാ നിമിഷങ്ങളും പേറിക്കൊണ്ട് ജീവിക്കത്തക്ക രീതിയിലുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി, വിശുദ്ധമായ ഒരു ജീവിതത്തിന് വേണ്ടി, അങ്ങയുടെ വരവിൻ്റെ പ്രത്യാശയുടെ ചിന്തകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്ന ഈ മഹനീയമായ ശുശ്രൂഷയിൽ ഈ അപ്പവീഞ്ഞുകളെ അങ്ങയുടെ അദൃശ്യമേറിയ കരം വെച്ച് അനുഗ്രഹിക്കുകയും കർത്താവേ, ഇതിൽ പങ്കുകാരാകാതെ ആരെങ്കിലും ഭാരപ്പെട്ടും വേദനപ്പെട്ടും കഴിയുന്നെങ്കിൽ അവരുടെ മനസ്സുകളുടെ മുറിവുകളുടെ മേൽ കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം പകരുകയും കർത്താവ് അവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ ഒരുമിച്ച് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. അനുഗ്രഹിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തതെന്നാൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് വാഴ്ത്തി മുറുക്കി ഇത് അനേകർക്ക് വേണ്ടി തകർക്കപ്പെട്ടു എൻ്റെ ശരീരം, ഇത് വാങ്ങി ഭക്ഷിപ്പിക്കും. ഉള്ളിൽ
പാപത്തിൽ ജീവിക്കുന്നവനെ, പാപത്തിൽ ജീവിക്കുന്നവനെ, നിന്റെ പേർക്കല്ലയോ തോന്നുന്നീ രക്ഷകൻ, നിന്റെ പേർക്കല്ലയോ തോന്നുന്നീ രക്ഷകൻ. തള്ളുക നിന്റെ പാപമെല്ലാം, തള്ളുക നിന്റെ പാപമെല്ലാം, കള്ളമേതും നീനേണ്ട നിന്നുള്ളിൽ നീ, കള്ളമേതും നീനേണ്ട നിന്നുള്ളിൽ നീ, ഉള്ളം നീ മുഴുവൻ തുറന്നു, ഉള്ളം നീ മുഴുവൻ തുറന്നു, തള്ളയാമേശുവിൻ കയ്യിലേൽപ്പിക്കാം നീ, തള്ളയാമേശുവിൻ കയ്യിലേൽപ്പിക്കാം നീ. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും പ്രാണൻ്റെയും വീണ്ടെടുപ്പിനായി എനിക്കും നിങ്ങൾക്കും സകല മാനവജാതിക്കും വേണ്ടി കാൽവറി ക്രൂശിൽ തകർക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഓർമ്മയ്ക്കായി നമുക്ക് ഒരുമിച്ച് ഈ അപ്പത്തിൽ പങ്കുകാരാകാം. അവണ് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഇത് അനേക പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചൊരിയപ്പെട്ട പുതിയ നിയമത്തിലെ എൻ്റെ രക്തം. ഇത് വാങ്ങിക്കുടിപ്പീൻ എന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ശുദ്ധീകരണത്തിനായി, നമ്മുടെ നിത്യജീവനായി, കർത്താവിനോടുകൂടെ യുഗായുഗങ്ങൾ വസിക്കുവാനായി, പാപരഹിതമായ ശരീരത്തിനായി നമുക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ഓർമ്മയ്ക്കായി ഈ വീഞ്ഞിൽ നമുക്ക് പങ്കുകാരാകാം. കാൽവറി മലമേൽ നോക്കു നീ, കാൽവറി മലമേൽ നോക്കു നീ, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. ധ്യാനപീഠമതിൽ കയറി,
തള്ളുക നിന്റെ പാപമെല്ലാം, തള്ളുക നിന്റെ പാപമെല്ലാം. കള്ളമേതും നീനെ കേണ്ട നിന്നുള്ളിൽ നീ, കള്ളമേതും നീനെ കേണ്ട നിന്നുള്ളിൽ നീ. ഉള്ളം നീ മുഴുവൻ തുറന്നു, ഉള്ളം നീ മുഴുവൻ തുറന്നു. തള്ളയാമേശു കയ്യിലേൽപ്പിക്ക നീ, തള്ളയാമേശുവിൻ കയ്യിലേൽപ്പിക്ക നീ. രക്ഷിതാവിനെ കാൺക പാവി, രക്ഷിതാവിനെ കാൺക പാവി. നിന്റെ പേർ കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർ കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. ഉള്ളം നീ മുഴുവൻ തുറന്നു, ഉള്ളം നീ മുഴുവൻ തുറന്നു. തള്ളയാമേശുവിൻ കയ്യിലേൽപ്പിക്ക നീ, തള്ളയാമേശുവിൻ കയ്യിലേൽപ്പിക്ക നീ. ആർക്കെങ്കിലും അപവീഞ്ഞുകൾ ലഭ്യമാകാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരം ഉയർത്തിപ്പിടിക്കാം. അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. കർത്താവ് നമ്മുടെ ജീവനായി, ആത്മാവായി, രക്തമായി നമ്മളിൽ അലിഞ്ഞു ചേരാനായിട്ട് ആഗ്രഹിച്ചു, അവസാനത്തോളം ആഗ്രഹിച്ചു. അതുകൊണ്ട് അപ്പവീഞ്ഞുകൾ എടുത്തിട്ട് പറഞ്ഞത്, ഈ അപ്പവും ഈ വീഞ്ഞും അത് ഞാനാണ്, ഞാൻ നിങ്ങളിലാണ്, നിങ്ങളുടെ ഉള്ളിലാണ്, നിങ്ങളുടെ ശരീരത്തിലാണ്. ആ വലിയ ചിന്തകൾ നമ്മുടെ മനസ്സുകളെ ഭരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി കാൽവറിയിൽ ഒഴുകപ്പെട്ട ക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തത്തിൻ്റെ ഓർമ്മയ്ക്കായി നമുക്ക് ഈ വീഞ്ഞിൽ പങ്കുകാരാകാം. പ്രിയമുള്ളവരെ, അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയിൽ നമ്മൾ പ്രവേശിച്ചത് കർത്താവിൻ്റെ ഓർമ്മയെ കൊണ്ടാടുന്ന ഇത്രയും മഹത്തരമേറിയ അത്ഭുതകരമേറിയ ശുശ്രൂഷ മറ്റൊന്നുമില്ല. നിങ്ങളിൽ കർത്താവിൻ്റെ ജീവനുണ്ട്, നിങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവുണ്ട്. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. കർത്താവിൻ്റെ ജീവനാണ് നിങ്ങളിൽ വ്യാപരിക്കുന്നത്. ഈ അപ്പവീഞ്ഞുകൾ ഇവിടെ ശേഷിക്കുന്നില്ലേ? നമ്മുടെ ഈ പട്ടണത്തിൽ അനേക പ്രിയപ്പെട്ടവരുണ്ട്. വരുന്ന ദിനങ്ങളിൽ ഈ പ്യൂസിലെല്ലാം ഇരുന്ന് ആരാധിക്കത്തക്ക രീതിയിൽ ആത്മാക്കൾ വിടുവിക്കപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് കൃപകൾ പകരത്തക്ക രീതിയിൽ ഒരുമയോടെ സ്നേഹത്തിൽ ദൈവശക്തിയോടുകൂടെ നമുക്ക് മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അടുത്ത ഒരു പാട്ടിൻ്റെ ചില ഈരടികൾ പാടുന്ന സന്ദർഭത്തിൽ കരങ്ങൾ തട്ടി നമ്മൾ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ കർത്താവിൻ്റെ ജീവൻ നിങ്ങളിൽ വ്യാപരിക്കട്ടെ.